കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ആ ഒരു രചന, ഗുരുവായൂരപ്പൻസ് മേഴ്സി, ദ പാത്ത് ടു ലിബറേഷൻ, അത് അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ സംഭാഷണം. അതെ, ഗുരുവായൂരപ്പന്റെ കാരുണ്യം, അതായത് ഭഗവാന്റെ ഭക്തവാത്സല്യം, അത് മോക്ഷത്തിലേക്ക് എങ്ങനെ വഴികാട്ടുന്നു എന്നതിനെക്കുറിച്ചാണ് ആ രചന പ്രധാനമായും പറയുന്നത്. ശരിയാണ്. ദൈവകാരുണ്യം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ ഒരു ഭക്തന്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ അതെങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? നിങ്ങൾ തന്ന ഈ രചനയിൽ ഒരു പ്രധാന ശ്ലോകമുണ്ടല്ലേ? അതിലൂടെയാണല്ലോ നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതെ, ശ്രീമദ് ഭാഗവതത്തിലെ ആ ശ്ലോകം തത്തേ അനുകമ്പാം എന്നു തുടങ്ങുന്നത്. അത് ഭക്തന്റെ മനോഭാവവും ഭഗവാന്റെ കൃപയും തമ്മിലുള്ള ഒരു ബന്ധം വളരെ മനോഹരമായി പറയുന്നുണ്ട്. ആ ശ്ലോകം തന്നെയാണ് ഈ ചർച്ചയുടെ ഒരു കേന്ദ്രബിന്ദുവെന്ന് പറയാം. അപ്പോ നമുക്ക് ആ ശ്ലോകത്തിലേക്കൊന്ന് കടന്നാലോ? തീർച്ചയായും. ശ്ലോകം ഇങ്ങനെയാണ്: തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവമാത്മകൃതം വിപാകം ഹൃദ്വാഗ്വപൂർഭിർവിദധന്നമസ്തേ ജീവേദയോ മുക്തിപദേ സദായ ഭാഗ്. ഓക്കേ, ഇതിനെ നമുക്ക് ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. തത് തേനുകമ്പാം സുസമീക്ഷമാണ. അതായത് ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്തിനായി, അനുകമ്പയ്ക്കായി സുസമീക്ഷമാണ, വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ. വെറുതെ ഒരു കാത്തിരിപ്പല്ല. അല്ല, ഒരു തീവ്രമായ ഏണസ്റ്റായ കാത്തിരിപ്പ്. ഇപ്പോഴാണ് ഈ കാത്തിരിപ്പ്? സുഖമായിരിക്കുമ്പോഴാണോ? അല്ല, അതാണ് അടുത്ത ഭാഗം. ഭുഞ്ജാന ഏവമാത്മകൃതം വിപാകം. ആത്മകൃതം വിഭാഗം. അതെ, താൻ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ, വിപാകം, അത് ദുരിതങ്ങളാവാം, കഷ്ടപ്പാടുകളാവാം, അവയെ ഭുഞ്ജാനഹ, അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ കാത്തിരിപ്പ്. ഓഹോ, അപ്പോ കഷ്ടപ്പാടുകളുടെ നടുവിലിരുന്നുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. അതെ, അതാണ് ആ ഭക്തന്റെ ഒരു പ്രത്യേകത. എന്നിട്ട് ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു? വെറുതെ സഹിച്ചിരിക്കുകയാണോ? അതെ, അതാണ് അടുത്തത്. ഹൃദ്വാഗ്വപുർഭിർവിദധൻ നമസ്തേ. ഹൃദയം കൊണ്ടും ഹൃദ്, വാക്കുകൊണ്ടും വാക്, ശരീരം കൊണ്ടും വപുസ്, അതായത് 3 രീതിയിലും നമസ്തേ വിദധൻ, അങ്ങേക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോ കഷ്ടപ്പാടുണ്ടെങ്കിലും ഭഗവാനോടുള്ള ആദരവിനും ഭക്തിക്കും ഒരു കുറവുമില്ല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാനെ നമസ്കരിക്കുന്നു. അതെ, പരാതികളില്ല, പരിഭവങ്ങളില്ല. ശരി. അങ്ങനെ ജീവിക്കുന്ന ആൾക്ക് എന്ത് കിട്ടുമെന്നാണ് അവസാനം പറയുന്നത്? ജീവേദ യോ മുക്തിപദേ സദായ ഭാഗ്. അതെ, അങ്ങനെ ജീവിക്കുന്ന വ്യക്തി, യഹ് ജീവേദ, അയാൾ മുക്തിപദേ, മോക്ഷപദത്തിന്, ആത്യന്തികമായ വിടുതലിന്, സദായഭാഗ്, അവകാശിയായിത്തീരുന്നു. ദായഭാഗ്, ആ വാക്കിന് നല്ലൊരർത്ഥമുണ്ടല്ലേ? ഉണ്ട്. ദായം എന്നാൽ അനന്തരാവകാശം, ദായഭാഗ് എന്നാൽ അനന്തരാവകാശി, റൈറ്റ്ഫുൾ ഹെയർ. അതായത് മോക്ഷം ഒരു സമ്മാനമോ ഔദാര്യമോ എന്നതിലുപരി ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ അവകാശമായി മാറുന്നു. കൃത്യമായി, അതൊരു ജന്മാവകാശം പോലെയായിത്തീരുന്നു. ഇത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണല്ലോ. ഇവിടെയാണ് ഈ അഹൈതുകീ കൃപ എന്ന വാക്കിന്റെ പ്രാധാന്യം വരുന്നത്, അല്ലേ? നിങ്ങളുടെ സ്രോതസ്സിലും അത് പറയുന്നുണ്ടാവണം. തീർച്ചയായും. അഹൈതുകീ കൃപ, ഹേതു ഇല്ലാതെ, അതായത് ഒരു പ്രത്യേക കാരണമോ യോഗ്യതയോ നോക്കാതെ ഭഗവാൻ സ്വയം നൽകുന്ന കാരുണ്യം. ഓക്കെ. ഭക്തൻ കഷ്ടപ്പാടുകൾക്കിടയിലും കാത്തിരിക്കുന്നത് ഈ അഹൈതുകീ കൃപയ്ക്കാണ്. കാരണം സ്വന്തം കർമ്മഫലം നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷേ ഭഗവാന്റെ കാരുണ്യത്തിന് അതിരുകളില്ല എന്നൊരു ബോധ്യം. അപ്പോ ആ ദായഭാഗ് എന്ന അവകാശം പോലും ഭഗവാന്റെ ആ അഹൈതുകീ കൃപയുടെ ഭാഗമാണ്. അതെ, ഭഗവാൻ നൽകുന്ന ആത്യന്തികമായ ഒരു ഉറപ്പാണത്. ഇനി ശ്രീധരസ്വാമികളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് നിങ്ങൾ പങ്കുവച്ച രചനയിൽ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ഈ ദായഭാഗ് എന്ന ആശയത്തെ വിശദീകരിക്കുന്നത്? ശ്രീധരസ്വാമികളുടെ വ്യാഖ്യാനം, അല്ലെങ്കിൽ പേർപോട്ട്, അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം ഒരു നല്ല ഉപമ പറയുന്നുണ്ട്. എന്താണത്? അവബോധത്തിൽ, അതായത് ഭഗവാനിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് ഭക്തിയോഗത്തിന്റെ വഴിയെ ജീവിക്കുന്ന ഒരു ഭക്തൻ, അയാൾ സ്വാഭാവികമായിട്ട് ഭഗവാന്റെ കാരുണ്യത്തിന് അവകാശിയാവുന്നു. അവസാനം ഭഗവാന്റെ ലോകത്തിലേക്ക്, ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് പ്രവേശിക്കാനും അയാൾ യോഗ്യനാവുന്നു. ആ ഉപമ കേൾക്കുമ്പോൾ ശ്ലോകത്തിലെ സുസമീക്ഷമാണഹ എന്ന വാക്കിന് കൂടുതൽ അർത്ഥം വരുന്നുണ്ട്. ഉറച്ച ബോധ്യമുള്ളൊരു കാത്തിരിപ്പാണ്, തനിക്ക് കിട്ടേണ്ട ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പ്. അതെ, കഷ്ടപ്പാടുകൾക്കിടയിലും ആ ബോധ്യം വിടുന്നില്ല.
ഓരോ ദുരിതവും ഒരുപക്ഷെ ഭഗവാനിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതായിട്ടായിരിക്കും ആ ഭക്തൻ കാണുന്നത്. ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അതെ, പൂർണ്ണമായി ശരണം പ്രാപിച്ചാൽ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ദുഃഖേണ്ട എന്ന്. എന്നിട്ടും ഭക്തർക്ക് എന്തിനാണ് കഷ്ടപ്പാടുകൾ വരുന്നത്? നിങ്ങളുടെ രചന എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ശരിയാണ്, ഇത് പലർക്കുമുണ്ടാകുന്ന സംശയമാണ്. ഗീതയിലെ വാക്ക് സത്യം തന്നെയാണ്. പൂർണ്ണ ശരണാഗതി അടഞ്ഞവർക്ക് പിന്നെ കർമ്മഫലം ബാധകമല്ല. പിന്നെന്താണ്? പക്ഷേ നിങ്ങൾ തന്ന രചനയിലെ വ്യാഖ്യാനമനുസരിച്ച് ചിലപ്പോൾ ഭക്തർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളുണ്ടല്ലോ, അത് അവരുടെ പഴയ കർമ്മത്തിന്റെ നേരിട്ടുള്ള ഫലം എന്ന് പറയാൻ പറ്റില്ല. ഓ, അത് ഭഗവാന്റെ ഒരു പ്രത്യേകതരം കാരുണ്യ പ്രകടനമാണ്. ലോർഡ് സ്പെഷ്യൽ മേഴ്സി എന്ന് പറയും. കഷ്ടപ്പാടുകൾ ഭഗവാന്റെ കാരുണ്യമോ? അതെങ്ങനെ ശരിയാകും? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസം തോന്നും. പക്ഷേ അതിന്റെ പിന്നിലെ ആശയം ഇതാണ്: ഒരു ഭക്തൻ പൂർണ്ണമായി ഭഗവാന് സമർപ്പിച്ചാലും ചിലപ്പോൾ എവിടെയെങ്കിലും മനസ്സിന്റെ ഒരു കോണിൽ ഈ ലോകം എൻജോയ് ചെയ്യാനുള്ള ഒരു ചെറിയ വാസന ബാക്കിയുണ്ടാവാം. ഒരു എൻജോയിങ് സ്പിരിറ്റ്. ഭോഗമനോഭാവം. അതെ, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പൂർണ്ണ ശുദ്ധനായിരിക്കണം. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും? തന്റെ ഭക്തനോടുള്ള സ്നേഹം കൊണ്ട് ആ അവസാനത്തെ അഴുക്കിനെ കൂടി കളയാൻ വേണ്ടി ചില സാഹചര്യങ്ങളുണ്ടാക്കും. അതായത് പുറമേന്ന് നോക്കുമ്പോൾ അത് കഷ്ടപ്പാടായിട്ട് തോന്നും. ചിലപ്പോൾ അസുഖം, നഷ്ടം, അങ്ങനെ പലതും. പക്ഷെ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ശുദ്ധീകരണം, ഒരു പ്യൂരിഫിക്കേറ്ററി പ്രോസസ്. അപ്പോ ഇത് സാധാരണ കർമ്മഫലം പോലെയല്ല, ഭഗവാൻ നേരിട്ട് നടത്തുന്ന ഒരു ചികിത്സ പോലെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, വളരെ ശരിയാണ്. ആ രചനയിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഇതൊരു ശിക്ഷ എന്നതിനേക്കാൾ ഒരു തിരുത്തലാണ്. പണ്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച അതേ മനോഭാവത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ നേരിട്ടിടപെടുന്നു. ഇത് ഭഗവാന്റെ വലിയ കാരുണ്യമാണല്ലോ. അപ്പോ തീർച്ചയായും, കാരണം ഭഗവാന് വേണ്ടത് ആ ഭക്തൻ പൂർണ്ണ ശുദ്ധനായി തന്റെ അടുത്തേക്ക് വരണമെന്നാണ്. ശരി, അപ്പോ ഇങ്ങനൊരു കാഴ്ചപ്പാടുള്ള ഭക്തൻ, അതായത് ഭഗവാന്റെ അടുത്തേക്ക്, ഗോലോകത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ചികിത്സയെ എങ്ങനെ സ്വീകരിക്കും? അങ്ങനെയുള്ള ഭക്തൻ ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും. നിങ്ങളുടെ സ്രോതസ്സിൽ പറയുന്ന പോലെ ഇതൊരു മേഴ്സിഫുൾ പണിഷ്മെന്റ് ആണ്, ഭഗവാന്റെ കാരുണ്യത്തോടെയുള്ള ഒരു ഇടപെടൽ. അയാൾ പരാതി പറയില്ല? ഇല്ല, കാരണം അയാളുടെ ലക്ഷ്യം ഭഗവാനാണ്, ഈ ലോകത്തിലെ സുഖമല്ല. അപ്പോൾ ഭഗവാനിലേക്കുള്ള യാത്രയിലെ ഈ ചെറിയ ബുദ്ധിമുട്ടുകളെ അയാൾ കാര്യമാക്കില്ല. പകരം ആ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഹൃദ്വാഗ്വ പുർഭിർവിദധൻ നമസ്തേ. അല്ലേ? അതെ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാന്റെ സാമീപ്യം, ആ പേഴ്സണൽ അസോസിയേഷൻ, അത് നേടാൻ കൊടുക്കേണ്ടി വരുന്ന ചെറിയ വിലയായിട്ട് ഇതിനെ കാണും. ഈയൊരു മനോഭാവം, ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ ഒരു പുതിയ വഴി കാണിച്ചു തരുന്നില്ലേ? തീർച്ചയായും. കഷ്ടപ്പാടുകളെ ശത്രുവായി കാണാതെ വളർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ശുദ്ധീകരണത്തിനുള്ള ഒരു ഉപാധിയായി കാണുക. അപ്പോഴാണ് ആ ദായഭാഗ് എന്ന വാക്കിന് കൂടുതൽ അർത്ഥമുണ്ടാകുന്നത്. അവകാശിയായി മാറുന്നു. അതെ, ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഭക്തൻ കൂടുതൽ ശുദ്ധനാവുന്നു, ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു. അപ്പോ അച്ഛന്റെ സ്വത്തിന് മകൻ അവകാശിയാകുന്നതുപോലെ ഭഗവാന്റെ ലോകത്തിനും കൃപയ്ക്കും ഈ ഭക്തൻ ശരിക്കും അവകാശിയായി മാറുന്നു. നിങ്ങൾ പങ്കുവച്ച ആ രചനയിൽ മറ്റൊരു ഉപമ കൂടി പറയുന്നുണ്ടല്ലോ, തീനെ പോലെയാവാതെ സൂര്യന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ലെന്ന്. അതും നല്ലൊരു ഉപമയാണ്. പരമപരിശുദ്ധനാണ് ഭഗവാൻ കൃഷ്ണൻ, സുപ്രീം പ്യോർ. അപ്പൊ അവിടുത്തെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ നമ്മളും ഒരു പരിധിവരെയെങ്കിലും ശുദ്ധരാകണം. അതിനുള്ള ഒരു തീവ്രമായ ശുദ്ധീകരണ പ്രക്രിയയാണ് ഈ അനുഭവങ്ങൾ. അതെ, പുറമേ നോക്കുമ്പോൾ കഠിനമായി തോന്നാം. പക്ഷേ ശരിക്കും ഇത് ഭഗവാൻ തന്റെ സ്വന്തം കൈകൊണ്ട് നേരിട്ട് തരുന്നൊരു ചികിത്സയാണ്. ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റ് അഡ്മിനിസ്റ്റേർഡ് ബൈ ദ പേഴ്സണൽ ഹാൻഡ് ഓഫ് ദ ലോർഡ്. എന്തിനു വേണ്ടി? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നമ്മളെ, അതായത് ഭക്തനെ, പൂർണ്ണമായി ശുദ്ധീകരിച്ച് ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിച്ച് ഭഗവദ്ധാമത്തിലേക്ക്, ആ നിത്യമായ ലോകത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്, യഥാർത്ഥ ഭക്തിയിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തളരരുത്. അതെ, ക്ഷമയോടെ ഇതിനെ നേരിടുക. പേഷ്യന്റ്ലി സഫറിംഗ് എന്ന് പറയില്ലേ? എന്നിട്ട് അതിന് വെറും കർമ്മഫലമായി മാത്രം കാണാതെ ഒരു പടി കൂടി കടന്ന് ഭഗവാന്റെ പ്രത്യേക കാരുണ്യമായി നമ്മളെ ശുദ്ധീകരിക്കാനുള്ള വഴിയായി കാണാൻ ശ്രമിക്കുക.
അല്ലേ? സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ആ സമയത്തും ഭഗവാനോടുള്ള സ്നേഹവും ആദരവും പ്രാർത്ഥനയും തുടരുക. ഹൃദയം, വാക്ക്, ശരീരം ഇവ കൊണ്ട്. മോക്ഷത്തിനു വേണ്ടി, ഭഗവാനിലേക്ക് തിരികെ പോകാൻ വേണ്ടി ആത്മാർത്ഥമായി കാത്തിരിക്കുക. ഏണസ്റ്റ്ലി വെയിറ്റ്സ്. അങ്ങനെ ചെയ്താൽ മോക്ഷം യാചിച്ചു വാങ്ങേണ്ടി വരില്ല. നിങ്ങളതിന് അവകാശിയാകും. റൈറ്റ്ഫുൾ ക്ലെയിം. അതാണ് ഈ ശ്ലോകം പറയുന്നത്. വളരെ വ്യക്തമായി. ഇനി ഈ ചർച്ചയിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് തുടർന്ന് ചിന്തിക്കാൻ ഒരു കാര്യം. നിങ്ങളുടെ സ്രോതസ്സിൽ നേരിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ഒരു ചിന്ത. തീർച്ചയായും. ഒരു ചോദ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും വേണ്ടി. പറയൂ. ചോദ്യമിതാണ്: ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അത് ചെറുതായാലും വലുതായാലും, അതിനെ ഭഗവാൻ നേരിട്ട് നൽകുന്ന ഒരു ചികിത്സയായി കാണാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങളെ കൂടുതൽ ശുദ്ധീകരിക്കാനും ഭഗവാനിലേക്ക് അടുപ്പിക്കാനുമുള്ള ഒരു വഴിയായി അതിനെ കാണാൻ കഴിഞ്ഞാൽ, ഈ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മാത്രമല്ല, നിങ്ങളുടെ സാധാരണ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾ സമീപിക്കുന്ന രീതിയെ തന്നെ എങ്ങനെ മാറ്റിയേക്കാം? അതൊരു വളരെ ആഴത്തിലുള്ള ചോദ്യമാണ്. നമ്മുടെ കഷ്ടപ്പാടുകളെ വെറും നെഗറ്റീവായി കാണാതെ അതിനൊരു പോസിറ്റീവ് തലം കണ്ടെത്താൻ ശ്രമിക്കുന്നത്, ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഒരു ഭാഗമായി കാണുന്നത്. അതെ, ആ ഒരു ചിന്ത, അത് നമ്മൾ ഓരോരുത്തരും കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. തീർച്ചയായും. ഗുരുവായൂരപ്പന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഈയൊരു ആഴത്തിലുള്ള വിശകലനത്തിന് നിങ്ങൾ ഈ സ്രോതസ് തന്നതിനും ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും വളരെ നന്ദി. നിങ്ങൾക്കും നന്ദി. ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളും തുടർന്ന് ചിന്തിക്കുമെന്ന് കരുതുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ.